ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞപ്പോൾ കെട്ടികൾക്കൊരാഗ്രഹം ന്യൂസിലൻഡിൽ എല്ലാവരും സാധാരണ ഒഴിവ് സമയങ്ങളിൽ ചിലവഴിക്കുന്ന പോലെ ഒരു ക്യാമ്പിന് പോകണമെന്ന്. പിന്നൊന്നും നോക്കിയില്ല, വണ്ടി എടുത്തു, ചെയർ കയറ്റി വെച്ചു, എയർ ബെഡും റെഡിയാക്കി ക്യാമ്പിങ്ങിൽ പോകാനുള്ള തയ്യാറെടുപ്പായി. എവിടെ പോകണമെന്ന് ആലോചിച്ചപ്പോഴാണ് വീടിൻ്റെ തൊട്ടടുത്ത് 25 മിനിറ്റ് യാത്രയിൽ ഒരു ക്യാമ്പിംഗ് സ്പേസ് ഉള്ളതായി മനസ്സിലായത്. ലേക്ക് സൈഡ് ഡൊമൈൻ എന്ന സ്ഥലത്തിൻ്റെ പേര്. ഒരു വലിയ തടാകവും അതിൻ്റെ സൈഡിലാണ് ഈ പറയുന്ന ക്യാമ്പിംഗ് സ്പേസ്. പോകുന്ന വഴി കുറച്ച് ഓഫ് റോഡ് പോലെ ഉണ്ടെങ്കിലും നല്ല സുഖമായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമായിരുന്നു. ലേക്ക് എൽസ്മീറിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ദ്വീപ് പോലെയാണ് ഈ ഒരു ക്യാമ്പിംഗ് സ്പേസ്. എവിടെ ചെന്നാലും പടമെടുപ്പ് നമ്മുടെ ഒരു ഹോബി ആയതുകൊണ്ട് അതിനൊട്ടും കുറവ് വരുത്തില്ല. ഇവിടെ ഒത്തിരി പേർ ക്യാമ്പിന് വേണ്ടി വന്നിട്ടുണ്ട്. ആരുടെയും സ്വകാര്യത്തിൽ കൈകടത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആരുടെയും ഫോട്ടോ എടുത്തിട്ടില്ല. വീട്ടിൽ നിന്നും തയ്യാറാക്കിയ കുറച്ച് സാലഡ് അത്താഴമായി കഴിച്ച് കിടക്കാനുള്ള തയ്യാറെടുപ്പ് റെഡിയാക്കിയിരുന്നു. പിറ്റേ ദിവസം രാവിലെ 5:30 ഉറക്കം എഴുന്നേറ്റ് നോക്കിയപ്പോൾ തൊട്ടടുത്തൊരു നല്ലൊരു പള്ളി ഉള്ളതായിട്ട് മനസ്സിലായി. തൊട്ടടുത്തൊരു നല്ല കടലും കണ്ടു. ആരും പറഞ്ഞ് കേട്ടറിവില്ല, പക്ഷേ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ നല്ലൊരു ഭംഗി തോന്നിയപ്പോൾ അങ്ങോട്ട് യാത്ര തിരിച്ചു. വെറും 11 കിലോമീറ്റർ മാത്രമേ ദൂരമുണ്ടായിരുന്നുള്ളൂ. പോകുന്ന വഴി ഗ്രാമീണ അന്തരീക്ഷം നിറയെ പശുക്കളും കൃഷികളും മാത്രം. നല്ല ചരൽ പതിച്ച റോഡുകളായിരുന്നു, പക്ഷെ വാഹനം ഓടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഏതോ ഒരു കൃഷിക്കാരൻ്റെ കുറേ ആളുകൾ അന്യഗ്രഹ ജീവികളെ കാണുന്ന പോലെ ഞങ്ങൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ വഴിക്ക് അധികം ആളുകളുടെ സഞ്ചാരമില്ലാത്തൊരു വഴിയാണ് മനസ്സിലായി. ചെന്നെത്തുന്നത് ഈ പള്ളിയുടെ മുമ്പിലേക്കാണോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിലും അവിടെ ഞങ്ങൾ എത്തിപ്പെട്ടിരുന്നു. അതിമനോഹരമായ പള്ളിയായിരുന്നു. അവിടെ എത്തിയതും പടമെടുപ്പിനൊട്ടും കുറവ് വരുത്തിയില്ല. രണ്ടുപേരും മാറി മാറി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഈ ഒരു പള്ളിയുടെ പഴയ ചിത്രം കിട്ടി. ഹോൺവെറ്റാരെ ചർച്ച് എന്നാണ് ഇതിന്റെ പേര്. അതിമനോഹരമായ കെട്ടിടം, നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. ആരും തന്നെ പരിസരത്തോ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ഇതിന് ചുറ്റും നടന്ന് ഒരു വീഡിയോ എടുത്തു. പള്ളിയോട് ചേർന്ന് തന്നെ കുറേ അടക്കിയിട്ടുള്ള കല്ലറകൾ ഉണ്ടായിരുന്നു. പള്ളിയുടെ കോമ്പൗണ്ട് കഴിഞ്ഞാൽ ഒരു തോടാണ്. വാഹനം അവിടെ നിർത്തി തോട് മുറിച്ച് കിടക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. അതിമനോഹരമായൊരു പാലം, വെറും ഒരു തടി കഷ്ണം, പക്ഷെ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ധൈര്യമായി നമുക്ക് അങ്ങോട്ട് കിടക്കാം. ഗൂഗിൾ മാപ്പ് പ്രകാരം ഈ തോടിനപ്പുറം കടലാണ് കാണിക്കുന്നത്. എന്തെന്നറിയില്ല, മുന്നോട്ട് നടന്നു. ഓഫ് റോഡ് വാഹനമാണെങ്കിൽ നമുക്ക് വാഹനം ഇങ്ങോട്ട് കടത്താമെന്ന് എനിക്ക് തോന്നി. പക്ഷേ നമ്മുടെ 4x4 അല്ലാത്തത് കൊണ്ട് നമ്മൾ അതിന് മുതിർന്നില്ല. ഈ മൺതിട്ടയ്ക്കപ്പുറം കടലാകും എന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് നടന്നു. നടക്കുമ്പോൾ തന്നെ തിരമാലകളുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷം തോന്നി. നമ്മൾ എത്തിപ്പെട്ടത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെയാണെന്ന് മനസ്സിലായി. കണ്ണിനെ കുളിർമയേകുന്ന വളരെ അതിമനോഹരമായ കാഴ്ചയായിരുന്നു അത്. വലിയ മരക്കഷ്ണങ്ങൾ കരയ്ക്കടിഞ്ഞ് കിടപ്പുണ്ട്. ഒന്നെങ്കിൽ കടൽ ഇതുവരെ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. അതിമനോഹരമായ കാഴ്ച. കുറേ ഓഫ് റോഡ് വാഹനം പോയതിൻ്റെ ടയർ പാടുകൾ മാത്രം ഇവിടെ അവശേഷിക്കുന്നു. വളരെ വിജനമായ ഒരു കടൽ തീരം. നമ്മുടെ നാട്ടിലെ ചെറായി ബീച്ചോ അല്ലെങ്കിൽ അതുപോലുള്ള ബീച്ചുകളിൽ സമാനമായ ഒരു അന്തരീക്ഷമായിരുന്നു ഇവിടെ. നമ്മുടെ നാട്ടിലെ കടൽ തീരങ്ങൾ പോലെയല്ല, മണലിന് പകരം ഉരുണ്ട കല്ലുകളാണ് കൂടുതൽ കാണപ്പെട്ടത്. ഇവിടെ എത്തിപ്പെട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം നമ്മൾ ഒരു വിധത്തിലും പ്ലാൻ ചെയ്യാതെ വന്നൊരു ട്രിപ്പായിരുന്നു. പക്ഷേ വന്നെത്തിയ സ്ഥലം അതിമനോഹരം. കടലിൻ്റെ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ കുറച്ചു നേരം അവിടെ നടന്നു. അങ്ങനെ ഹോബികളൊന്നായ ഫോട്ടോ എടുപ്പ് തുടർന്നിരുന്നു. ഫോട്ടോ കണ്ടപ്പോഴാണ് മനസ്സിലായത് മരം കയറാൻ നിൽക്കുന്ന ഓന്തിൻ്റെ പോലെയായിപ്പോയി. മടക്കയാത്രയിൽ റോഡരികിൽ നല്ല വലിയൊരു ആപ്പിൾ മരം നിറയെ ആപ്പിൾ കാച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ വണ്ടി നിർത്താതിരിക്കാൻ കഴിഞ്ഞില്ല. വണ്ടിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് പച്ച ആപ്പിൾ പറിച്ച് വണ്ടിക്കകത്തിട്ടു. വീട്ടിലെത്തി കുറച്ച് അച്ചാറിടുന്ന പ്രതീക്ഷയോടെ. യുദ്ധത്തിൽ ആദ്യത്തെ ക്യാമ്പിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 10:30 ഞങ്ങൾ വീട്ടിലെത്തി. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ലൈഫ് ഓഫ് ഭാവി.